കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യാത്രാമധ്യേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ TC ജോസച്ചൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് മത്തായിയാണ്. ഇന്ന് TC ജോസച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ ട്രീറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം, പൂർണ്ണ ആരോഗ്യവാനാക്കണമേ എന്നും. ഇന്നത്തെ തിരുനാളിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ എല്ലാ മാധ്യസ്ഥം അദ്ദേഹത്തിന് ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി ശ്ലീഹായെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മത്തായി ശ്ലീഹ ഗലീലിയക്കാരനായിരുന്നു. കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഗനേസരത്ത് തടാകത്തിൽ അതിൻ്റെ തീരത്തോടെ നടന്നു പോകുമ്പോൾ, കാരണം ഈ ചുങ്കം പിരിക്കുന്നവർ കപ്പൽ വഴി വരുന്ന ജലമാർഗം വരുന്ന ബിസിനസ്, അതിൻ്റെ ചുങ്കം റോമാക്കാർക്ക് വേണ്ടി പിരിക്കുക, അതായിരുന്നു എൻ്റെ ജോലി. ഓഫീസ് ജോലിയാണ്, വൈറ്റ് കോളർ ജോബ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നല്ല കൂലിയും കിട്ടും. അങ്ങനെ ഇരിക്കുകയാണ്. യേശു അതിലെ കടന്നു പോയപ്പോൾ മത്തായിയെ നോക്കി പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവൻ ജോലിയും വിട്ട് എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് കാണാൻ പറ്റും. നിശ്ചയമായിട്ടും രണ്ടാമതൊന്ന് ചിന്തിച്ച് കാണും, ഇത്രയും നല്ല ജോലി ഇത് വിട്ടിട്ട് ദാരിദ്ര്യ ജീവിതം എടുക്കേണ്ട കാര്യമുണ്ടോ? ഈ സാമ്പത്തിക ഭദ്രത വിട്ടിട്ട് ദാരിദ്ര്യം എടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അവൾ കാണുകയാണ്, അവസാനം സംഭവിച്ചു, അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ ബാഹ്യമായ ഒരു വിളി അവന് കൊടുക്കാൻ പറ്റിയതോടൊപ്പം ആന്തരികമായിട്ടുള്ളൊരു പ്രചോദനം യേശുവിന് കൊടുക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ കണ്ട് ഭാവി എന്താകും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് മത്തായിയെ നമുക്ക് കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷമാണെങ്കിലും ആദ്യ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. യേശു ആകെ പറഞ്ഞൊരു കാര്യം, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അവരെഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെയെല്ലാം കണ്ടത്. യേശു പറഞ്ഞിട്ട് അനുഗമിക്കാതിരുന്ന സംഭവം കാണുന്നില്ല. അനുഗമിച്ചു. അനുഗമിച്ചവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള നന്മ ഉണ്ടാകുന്നതിനെക്കുറിച്ചും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ അപരിചിതരായവർ പോലും എഴുന്നേറ്റ് അനുഗമിക്കാനുള്ള കാരണം എന്താ? യേശുവിൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഓഫ് ജീസസ്. അത് അത്ര ആകർഷണീയമായ ശക്തമായ ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ വ്യക്തിത്വം ഇത്രമാത്രം ശക്തമായത്? അതറിയണേ സമയം പോലെ നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങി 11-ാം അധ്യായം വരെ ഒന്ന് വായിച്ചാൽ മതി. ഒത്തിരി സമയമെടുക്കുമെന്ന് ചിലർക്ക് തോന്നിയേക്കാം, പക്ഷേ ഒന്ന് വായിച്ചാൽ യേശുവിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടത് എങ്ങനെയാണെന്നും
അതുപോലൊരു വ്യക്തിത്വം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിത്വം കിട്ടിയാൽ ഒരുപാട് നമ്മൾ ആരെയും വഴക്ക് പറയേണ്ട കാര്യമില്ല. ഒന്ന് നോക്കിയാൽ മതി, അവർക്ക് കാര്യം മനസ്സിലാവും. അതനുസരിച്ച് അവർ പ്രതികരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ചിലർ ഒരുപാട് വാരി വലിച്ച് പറയും, വാരി വലിച്ച് വഴക്ക് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആളുകൾക്ക് അവരോടൊരു ബഹുമാനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വ്യക്തിത്വം ശക്തമല്ലാത്തത് കൊണ്ടാണ്. യേശുവിൻ്റെ വ്യക്തിത്വം ഇത്രയും ശക്തമാകാനുള്ള കാരണം ഈ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 3 മുതൽ 11 വരെ ഇത്രയും അധ്യായങ്ങൾ വായിച്ചാൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശു പ്രാർത്ഥിച്ചു. അതിരാവിലെ പ്രാർത്ഥിച്ചു. ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകി. ആ ദിവസങ്ങളിൽ അവൻ മലമുകളിലേക്ക് കയറി പ്രാർത്ഥനയിലിരുന്നു എന്ന് പറഞ്ഞ ഒരു ധ്യാനം നടത്തി. ആ ദിവസങ്ങളിൽ അങ്ങനെ ഇഷ്ടം പോലെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചത്, ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചത്, രാവും പകലും ഇരുന്ന് പ്രാർത്ഥിച്ചത്, ഇതെല്ലാം നമുക്ക് ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മളിൽ ആർക്കാണ് ഇത് ചെയ്യാൻ മേലാത്തത്? എല്ലാവർക്കും വേണമെങ്കിൽ മൈക്കിൽ കൂടെ പ്രസംഗിക്കാൻ പറ്റുന്നു വരില്ല. എല്ലാവർക്കും വേണമെങ്കിൽ ഓടി നടന്ന് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് പോയി ധ്യാനം നയിക്കാൻ പറ്റുന്നു വരില്ല. പക്ഷെ ആർക്കാ ഇത് പറ്റില്ലാത്ത? നിരന്തരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ രൂപപ്പെട്ടതാണ് യേശുവിൻ്റെ വ്യക്തിത്വം എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ആദ്യ വായന ക്രിസ്ത്യാനികളിലും ക്രിസ്തീയ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ട പലതിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് വിനയം, സൗമ്യത, സഹനശീലം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സമാധാനമുണ്ടാവും, ഐക്യമുണ്ടാവും. ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് ഒരു ക്രിസ്ത്യാനി ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ആദ്യ വായന കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ നമ്മൾ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. എപ്പോഴും നമ്മുടെ കൂടപ്പുറപ്പായിട്ട് ഉണ്ടാകണം. ഒന്ന്, ദൈവത്തെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടതും. 2, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടതും. ഈ 2 കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുള്ളത്. ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം, അടിത്തറ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് സഭ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് വിനയമാണ്, എളിമ. എളിമയുള്ളവർക്ക് പ്രാർത്ഥന എളുപ്പമാകും. അഹങ്കാരികൾ കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും പ്രാർത്ഥനയായിട്ട് മാറണമെന്നില്ല. സൗമ്യത, നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ സൗമ്യത, സൗമ്യമായ സംസാരം, പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത്. മാത്രമല്ല നമ്മൾ സഹനശീലം, അതിനിച്ചിരി കഷ്ടതയൊക്കെ വരുമ്പോൾ അത് എടുക്കേണ്ട പോലെ എടുക്കണം. റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്, കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും. അതുണ്ടെങ്കിൽ ജീവിതകാലത്ത് നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല. ഈ പുണ്യങ്ങളൊക്കെ അഭ്യസിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇവയ്ക്ക് വലിയ സ്ഥാനം ലഭിക്കുവാനായിട്ട് ഇന്നത്തെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.